ഫുള്ള് കത്തിക്കണം. ഇതിൻ്റെ അത് ചെറിയൊരു ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നത് തുറന്നപ്പോൾ മാത്രമാണ്. അവിടെ കൈവച്ചിരിക്കട്ടാ, അതിന് തൊട്ടടുത്ത് കൈവച്ചെന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിക്സ് ഒക്കെ ഈ ഇൻസുലേറ്ററിന്റെ അകത്ത് വെച്ചിട്ടാണ് ഇവർ ഈ സാധനം നിർമ്മിക്കുന്നത്. ഇത് നോക്കിയേ, അതായത് ഫുള്ള് കോട്ട് ചെയ്യും അല്ലേ? ഫുള്ള് കോട്ട് ചെയ്യും. അതായത് നമ്മുടെ മെറ്റലിലേക്ക് ചൂട് വരാൻ പാടില്ല. അതായത് എത്ര വലിയ മെറ്റൽ ആണെങ്കിലും, അതിപ്പോ SS ആണെങ്കിലും MS ആണെങ്കിലും, നമുക്ക് ഒരു മെറ്റലിന് താങ്ങാൻ കഴിയുന്ന ടെമ്പറേച്ചർ ഉണ്ട്. അത് വിട്ട് ബോഡിയിലേക്ക് ചൂടടിക്കുകയാണെങ്കിൽ മെറ്റൽ ദ്രവിക്കും. ഈ പറഞ്ഞ കനം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ പറയുന്ന മെറ്റീരിയൽ ആണതേ, ഈ പറയുന്ന ഒരു സൈസ് സിമെന്റ് പോലത്തെ ഒരു മെറ്റീരിയൽ. ഈ മെറ്റീരിയലാണ് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്നത്. ഇവർ അഡ്വാൻസ് പേയ്മെന്റ് വാങ്ങിക്കുന്ന പരിപാടിയേ ഇല്ല. അതായത് നിങ്ങൾക്ക് ഡെലിവറി തന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നത് സെറ്റാക്കി അത് നിങ്ങൾ കത്തിച്ച് നോക്കി നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ആ വണ്ടി കയറ്റി വിട്ടു. കംപ്ലൈന്റ് വരില്ല, കേട് വരില്ല. ഒരുപാട് വർഷം ഒരു തവണ വാങ്ങിയാൽ നമുക്കത് ലൈഫ് ലോങ് ഉപയോഗിക്കാം. അതാണ് നമ്മുടെ ഇൻസിനേറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. നമ്മൾ അടിപൊളി ഒരു പ്രൊഡക്റ്റ് കാണാൻ പോകുന്നത്. അതെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതായത് മാക്സിന്റെ ഇൻസുലേറ്ററാണ് സംഭവം. കണ്ടാ, അടിപൊളി സംഭവമാണ്. ഇതാണ് അതിന്റെ ഓണർ മനു, മാനേജിംഗ് പാർട്ണർ ഒരാളാണ്. 2 സഹോദരന്മാരുടെ കമ്പനിയാണിത്. മനു, ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇൻസുലേറ്ററുകൾ വിപണിയിലുണ്ട് ഇപ്പോൾ. എന്താണ് നമ്മൾ പറയുന്ന ഡിഫറൻറ്റ്? എന്താണ് നമ്മുടെ കമ്പനിക്ക് മാത്രമായിട്ട് പറയാവുന്ന ഒരു യൂണീക്ക് ആയിട്ടുള്ള കാര്യം ഉണ്ടാവണമല്ലോ തീർച്ചയായും, അല്ലെങ്കിൽ 10 വർഷമായിട്ട് ഈ കമ്പനി നിലനിൽക്കത്തില്ല. എന്താണ് നമ്മുടെ ഒരു പ്രത്യേകം നമ്മുടെ ഇൻസുലേറ്ററിന്റെ? നമ്മുടെ മെഷീൻ മേടിച്ചു വെച്ചവരാരും ഇത് കേടായി പോയി, കംപ്ലൈന്റ് ആയി പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വിളിച്ചിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റിനുള്ള ഗ്യാരണ്ടി. 5 കിലോ മുതൽ 1000 കിലോ വരെയുള്ള ഇൻസുലേറ്റർ വിൽക്കുന്ന ഒരു കമ്പനിയിലാണ് നിൽക്കുന്നത്. തൃശ്ശൂരാണ്. അപ്പൊ നമുക്ക് അതിന്റെ വിഷയം കാണാം അല്ലേ? നമ്മൾ ഇതാണ് നമ്മുടെ ബേസിക് മോഡൽ അല്ലേ? അതെ. ഫസ്റ്റ് മോഡൽ ഇതാണ്. അതെ, മറ്റുള്ള ഇൻസിനേറ്ററുകളിൽ നിന്ന് കുറച്ചും കൂടി ക്വാളിറ്റി വൈസിൽ മുകളിൽ നിൽക്കുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ ഇൻസിനേറ്റർ. അതായത് കംപ്ലൈന്റ് വരില്ല, കേട് വരില്ല. ഒരുപാട് വർഷം ഒരു തവണ വാങ്ങിയാൽ നമുക്കത് ലൈഫ് ലോങ് ഉപയോഗിക്കാം. അതാണ് നമ്മുടെ ഇൻസിനേറ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും കനം ഉണ്ട് ഈ സംഭവത്തിന്? ഉണ്ട്. എല്ലാവരും പുറത്ത് നോക്കുമ്പോൾ ഇൻസിനേറ്ററുകൾ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഷീറ്റ് മാത്രമുള്ളതാ. അതെ, പക്ഷെ അതല്ല ഇൻസിനേറ്റർ. ഇതാണ് ഇൻസിനേറ്റർ. ഇത്രയും കനമുണ്ട്. അകത്തും ഈ കനമുണ്ട്. ഇത് മൊത്തം ഈ പ്ലാന്റ് ത്രൂ ഔട്ട് കോട്ടിംഗ് ആണ്. ഏകദേശം നമ്മുടെ മെഷീന് 100 കിലോ വെയിറ്റ് ഈ ചെറിയ മെഷീൻ വരും. 100 കിലോ വെയിറ്റ് ചെറിയ മെഷീൻ. അതിന് കാരണം ഈ പറയുന്ന കോട്ടിംഗ് ആണ്. എന്ത് കോട്ടിംഗ് ചെയ്ത്? ഇതൊരു കാസ്റ്റബിൾ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ആണ്. അതൊരു സിമെന്റ് പോലത്തെ ഒരു പൊടിയാണ്. അതായത് ചൂട് വലിച്ചെടുക്കുന്ന, ടെമ്പറേച്ചർ അത്രയധികം വലിച്ചെടുക്കുന്ന ഒരു. ഇതിന്റെ അകത്ത് ഇവിടെ ദ്വാരം, ഇത് എയർ പാസ് ചെയ്യാനാണ്. അതെ, അതായത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്സി ഡ്രിഫ്റ്റ് ആണ്. അതായത് പുറത്തു നിന്നുള്ള ഓക്സിജനെ നമ്മുടെ മെഷീന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെയാണ് ഇൻസിനേറ്റർ വർക്ക് ചെയ്യണത്. വെറുതെ ഓക്സിജൻ സപ്ലൈ ഇല്ലാന്നെങ്കിൽ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഫെയിലിയർ ആയി. പക്ഷേ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള സംവിധാനം നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇതിലിടുന്നു. നമ്മൾ ജസ്റ്റ് ഒരു തീപ്പിട്ടുകൊണ്ട് കത്തിച്ചാൽ മാത്രം മതി. ഈ ഓക്സിജൻ വലിച്ചെടുത്ത് നല്ല രീതിയിൽ വേസ്റ്റ് മൊത്തം കത്തിത്തരും. ഈ അടപ്പ് വെക്കാനുള്ള റീസൺ ഉണ്ടായിരുന്നു ഇങ്ങനെ ക്ലോസിംഗ് എന്താ ചിന്തിച്ചത്? അതായത് അപകടം ഉണ്ടാവരുത്. നമ്മുടെ ഒരു മെഷീൻ വെച്ച് അല്ലെങ്കിൽ ഇൻസിനേറ്റർ എന്ന പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഒരിക്കലും ഒരാൾക്ക് അപകടം ഉണ്ടാവരുത്. ഫുൾ സെക്യൂർഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സംവിധാനം ചെയ്തേക്കുന്നത്. ഈ മൂടി നമ്മൾ കത്തിച്ച് കഴിഞ്ഞ് ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് കത്തുണ്ടെന്ന് പോലും നമുക്കറിയില്ല. മൊത്തം തീർന്നു കിട്ടി. പിന്നെ നമ്മുടെ മെഷീന് പരമാവധി പുക കുറവാണ്. നന്നായി നമ്മുടെ പ്രൊഡക്റ്റിൽ നന്നായിട്ട് വേസ്റ്റ് കത്തും. വേസ്റ്റ് കത്തും തോറും പുക കുറയും. അതുകൊണ്ട് തന്നെ നമുക്കോ അയൽവക്കക്കാർക്കോ യാതൊരു പ്രശ്നമില്ല. ഇതിൽ നമുക്ക് ഇത് സാധാരണ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മോഡലാണ്. അതായത് 2 ചേമ്പർ ഉണ്ട് ഇതിന്. അതായത് ചില വീടുകളിൽ നമുക്ക് വിളി വരാറുണ്ട്, കിടപ്പിലായ പേഷ്യൻസുകളുണ്ട്. അപ്പോൾ അവിടേക്ക് അഡൽട്ട് ഡയപ്പർ ആവശ്യമായിട്ട് വരും. അവിടേക്ക് വേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതിൽ 2 തട്ടുണ്ട്. അപ്പോൾ മുകളിലുള്ള തട്ടിൽ നമുക്ക് ഈ അഡൽട്ട് ഡയപ്പർ ലോഡ് ചെയ്യാൻ പറ്റും. താഴെയുള്ള തട്ടിൽ നമുക്ക് വീട്ടിലുള്ള ചിരട്ട, ചകിരി, ചപ്പ് ചോറുകൾ അങ്ങനെയുള്ള വേസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് തീ കൊടുക്കുമ്പോൾ തന്നെ മുകളിലേക്ക് കത്തി പിടിച്ച് മുകളിലത്തെ ഡയപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് വലിഞ്ഞ് പെട്ടെന്ന് കത്തിപ്പോവും. ചിലപ്പോൾ ഇനി മഴക്കാലാണ്, ചിലപ്പോൾ വേറെ മറ്റുള്ള വേസ്റ്റുകൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് ഗ്യാസിന്റെ സഹായത്തോടെ ഗ്യാസ് ഉപയോഗിച്ച് ഇവിടെ നമ്മൾ അതിനുള്ള കണക്ഷനും കൊടുക്കുന്നുണ്ട്. ഇത് ഗ്യാസിന്റെ കണക്ഷൻ അല്ലേ? വീട്ടിൽ സാധാ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു അപകടമോ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഗ്യാസ് കണക്ട് ചെയ്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 3ാമത്തെ ടൈപ്പ്. ഇതും അതേപോലെ തന്നെയാണ്. എല്ലാത്തിനും തിക്നെസ് ഒന്നായിരിക്കും അല്ലേ? കോട്ടിംഗ് തിക്നെസ് ഒക്കെയാണ്. നമ്മള് വെറും ഷീറ്റ്, ഒരു 3 mm ഷീറ്റാണ് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആ 3 mm ഷീറ്റിന് ഉപരിയാണ് നമ്മൾ ഈ കോട്ടിംഗ് വേറെ കൊടുക്കുന്നത്. അതൊരു 1.5 ഇഞ്ച് തിക്നെസിന്റെ കോട്ടിംഗ് ആണ് നമ്മൾ ഈ മോഡലിന് കൊടുക്കുന്നത്. ഇതെന്താ ഈ സംഭവം കൊള്ളാം. ഇതെന്ത് സംഭവം? ഇത് ബ്രിക്ക് ആണ്. ഇതാണ് നമ്മുടെ താരം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻസിനേറ്ററിന്റെ താരം. സാധാരണ ഒരു ഇൻസിനേറ്ററുകളുടെ പോലെ ഈ സാധനം കണ്ടിട്ടേ ഇല്ല ഇൻസുലേറ്ററിന്റെ. അതാണ് ഇൻസിനേറ്റർ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞു കൊടുക്കണതൊക്കെ
ഒരു വീപ്പ പോലത്തെ ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് കണ്ട ഈ ബ്രിക്സ് ഒക്കെ ഈ ഇൻസുലേറ്ററിന്റെ അകത്ത് വെച്ചിട്ടാണ് ഇവർ ഈ സാധനം നിർമ്മിക്കുന്നത്. ഇത് 1 ഗ്രേഡിന്റെ ബ്രിക്ക് ഒരു 2 കിലോ 3 കിലോ ഒരെണ്ണത്തിന് ഭാരം വരാം. എത്ര 3 കിലോ ആണ്? 3 കിലോന്റെ അടുത്താണ് ഒരെണ്ണത്തിന് ഭാരം. ബ്രിക്സിന് 3 കിലോ. ഈ ബ്രിക്സ് ആണ് ഈ പറയുന്ന ഇതിനകത്തൊക്കെ. ഇത് എങ്ങനെ വെക്കുന്ന ഈ സാധനം? ഇത് ഞങ്ങൾ വെറുതെ ഒന്ന് ഇത് കണ്ട ഇങ്ങനെ വന്നേ, ഇത് നോക്കിയേ. അതായത് ഫുള്ള് കോട്ട് ചെയ്യും അല്ലേ? ഫുള്ള് കോട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ ഏറ്റവും കനം കുറവുള്ള ഒരു ബ്രിക്കാണ്. നമ്മുടെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ബ്രിക്കിന്റെ കനം കൂടും. ഓ, ഇവിടെ വലിയ ബ്രിക്സ് വരും. വലിയ ബ്രിക്ക് വരും. കുറച്ച് വലിയ ബ്രിക്സ് വരും. ഇതിനും കുറച്ച് വലിയ ബ്രിക്ക് ഉണ്ട്. അയ്യോ, അത് ഭയങ്കര സംഭവം. ഇതിൽ വരുമ്പോ വീണ്ടും കൂടും. ഇത് കണ്ട ഓരോ സൈസ് മാറ്റം വരുന്നതനുസരിച്ച് ഈ ബ്രിക്സിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഈ എത്ര വെയിറ്റ് ലോഡ് അകത്ത് കയറിയാലും അത് താങ്ങാനനുസരിച്ചാണ് ബ്രിക്സിന്റെ വലിപ്പം. ഇത് ഫുള്ളാണ് നമ്മുടെ ബ്രിക്സ് അല്ലേ? എത്ര ടൈപ്പാണ് ഇവിടെ പറഞ്ഞു തന്നതിലേക്ക്? 5 ടൈപ്പുകളുണ്ട്. 5 ടൈപ്പ് ഉണ്ട്. ഏറ്റവും ചെറുത് അതിന്റെ അത് ചെറുത്. ഓ യെസ്, നോക്കിയേ, ഇതാണ് ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ബ്രിക്സ്. ഇത് നമ്മൾ കസ്റ്റമൈസ്, ഇതും കസ്റ്റമൈസ് ആണ് നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ? ഇതാണ് അതെ. ഇത് അതിന്റെ വലിയ സൈസ്. ഇത് രണ്ട് പിടിച്ചേ. ഇത് അതിന്റെ വലുത്. ഇത് അതിന്റെ വലുത്. നോക്കിയേ, ഇതെല്ലാം ബ്രിക്സ് ആണ്. ഇത് ലാസ്റ്റ് 5 ടൈപ്പ് ബ്രിക്സ് ആണ് നമ്മൾ ഓരോ വലിപ്പം അനുസരിച്ച് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് കയറുന്നത്. അതെ, നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യം എന്താണെന്ന് അറിയണം. അവിടെ വരുന്ന വേസ്റ്റ്, അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ ക്വാളിറ്റി ഞങ്ങളിത് ആദ്യം മനസ്സിലാക്കും. ഈ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട്, വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി മനസ്സിലാക്കിയിട്ട് നമ്മളൊരു മെഷീൻ ഉണ്ടാക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ വരുന്ന ടെമ്പറേച്ചർ കൂടുതൽ വരുന്ന വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനാവശ്യാനുസരിച്ചുള്ള പ്ലാന്റും അതിനാവശ്യമുള്ള ബ്രിക്കും നമ്മൾ യൂസ് ചെയ്യണം. അതായത് ആക്ച്വലി പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആണ്. അതായത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഈ പറയുന്ന പോലെ ഇൻസുലേറ്റർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി എന്ന് പറയാം നമുക്കിത്. കാരണം വെച്ചാൽ ഇവർക്ക് ആകെയുള്ള ഈ ഒരു ബേസിക് മോഡലാണ് ഇവിടെ നമ്മളുള്ള സ്റ്റാർട്ടിങ് സാധനം. പിന്നെ അങ്ങോട്ട് വരുന്ന ഓരോ മോഡൽ വരുന്നതും കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ആണ് ഇവർ ഈ സാധനം ചെയ്യുന്നത്. മനു, ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മുടെ ഈ വീടുകളിലേക്ക് കൊടുക്കുന്ന മോഡലിന്റെ ഉള്ളിൽ കോട്ടിങ് കൊടുക്കണം നമ്മളിപ്പോ ചെയ്യുന്നത്. കോട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആ കോട്ടിങ് അല്ലേ? സാധാരണ സിമെന്റ് പോലത്തെ ഒരു പൊടിയാണ്. ഇത് നമ്മൾ കറക്റ്റ് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യും. ഈ പേസ്റ്റിംഗ് ആണ് നമ്മൾ ഈ കാണുന്ന ഈ കനം അല്ലേ? ഈ പറഞ്ഞ കനം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ പറയുന്ന മെറ്റീരിയൽ ആണ്. ഈ പറയുന്ന ഒരു സൈസ് സിമെന്റ് പോലത്തെ ഒരു മെറ്റീരിയൽ. ഈ മെറ്റീരിയലാണ് ഇതിന്റെ അകത്തോട്ട് കയറാൻ പോകുന്നത്. അത് കയറി എത്ര സമയം കഴിയുമ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് അത് 2 ദിവസം വേണം. 2 ദിവസം വരും അല്ലേ? നമുക്കൊരു മെഷീൻ എല്ലാവർക്കും ഇത് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ 1 ആഴ്ചയോളം വേണം. 1 ആഴ്ചയോളം വേണം. അല്ലാതെ പെട്ടെന്നൊരു പ്രൊഡക്ഷൻ നടക്കൂല. എന്താ വെച്ചാൽ നമുക്ക് വളരെ ലോ ക്വാളിറ്റിയിൽ പ്രൊഡക്ഷൻ നടത്താന്നുണ്ടെങ്കിൽ ഒരു ദിവസം 5-6 പീസൊക്കെ അടിക്കാം. പക്ഷെ ഞങ്ങൾക്ക് അത്ര ധൃതിയില്ല. ഞങ്ങൾക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ കൊടുക്കണം. അത് നമ്മളൊരു മിഷൻ വർക്ക് മൊത്തം കഴിഞ്ഞാലും ഫുള്ള് ചെക്കിങ് കാര്യങ്ങൾ കഴിഞ്ഞാലും ഇത് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം മനു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് ജസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള പോലെ തന്നെ കുറച്ച് വേസ്റ്റുകൾ കാര്യങ്ങൾ അതിലിട്ടു, ഒരു തീപ്പെട്ടി അല്ലെങ്കിൽ ഒരു ലൈറ്റർ കൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കത്തിക്കുക. ഇത്രയും ചെറുതായിട്ട് തീ ആകുമ്പോൾ തന്നെ അടയ്ക്കാം. കാരണം എന്താ വെച്ചാൽ ഒന്ന് കത്തിപ്പിടിച്ചു നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോർ അടച്ചു വെക്കാം. കത്തിക്കോളും, ഉറപ്പാണ്. മറ്റു പ്രൊഡക്റ്റില് ഇത് പഴുക്കും. നമ്മുടെ ഈ പഴുക്കും. നമുക്ക് അടുത്ത് പോലും ഇത് ഈ ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ചൂടടിക്കും. ഇതിപ്പോ ചടന്നുമ്പോ ചാരി നിൽക്കണം. ഇത് കുറെ നേരം കത്തിക്കൊണ്ടിരുന്നാലാണ് ഇപ്പൊ ഇത് പിടിച്ചു നോക്കുമ്പോ ഇതിൽ ചൂടുണ്ടെന്ന് നമുക്കറിയാം. നോക്കിയേ, ഫുള്ള് കത്തിക്കണം. ഇതിൻ്റെ അത് ചെറിയൊരു ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നത് തുറന്നപ്പോൾ മാത്രമാണ്. അവിടെ കൈവച്ചിരിക്കട്ടാ, അതിന് തൊട്ടടുത്ത് കൈവച്ചെന്നായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരി പോലും ചൂട് നമ്മുടെ ഈ അതെ ക്ലോസ് ചെയ്ത് ഇവിടെ പിടിച്ചാലും ചൂടില്ല. നേരെ താഴത്തെ ഫുള്ള് നമ്മൾ ഒന്ന് പോകാൻ നോക്കിക്കോളൂ. ഇത്രയും നന്നായിട്ട് കത്തുണ്ട്. മുകളിൽ പോകാം. അത് മാത്രല്ല ഇവിടെ ചാരം ഫുള്ള് താഴ്ത്തി വീണു അല്ലേ? കത്തി ചാരം കുറേശ്ശെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ റിമൂവ് ചെയ്താൽ മതി. അതിനുള്ള 2 സ്റ്റിക്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ചാരം നമുക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാം. ഇനി എന്തെങ്കിലും അവിടെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചാരം ഇളക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഇളക്കി കൊടുത്താൽ ഈ ചാരം അടിയിലേക്ക് വീഴും. സ്റ്റിക്ക് നമുക്ക് ഫുൾ പാക്ക് ആണ് സാധനം അല്ലേ? ഫുൾ പാക്ക് ആണ്. നമ്മുടെ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് കത്തിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. കാരണം വെച്ചാൽ അവിടെ തൊട്ടോ അല്ലെങ്കിൽ അറിയാതെ കൈ കൊണ്ടുപോയ പൊള്ളലോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ വേണ്ടവർ താഴെ നമ്മൾ കോൺടാക്ട് ചെയ്തോ. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ. കണ്ടല്ലോ, ബൈ.